രാമ 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 ശ്രീരാമഭദ്രാ ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ, സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തി. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാം ച. ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാഥാനിധം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണദേവം. ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച. പതിതാനാം പാവനേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയ. ഓം തത്സത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ആധ്യാത്മിക രാമായണ വേദിയിലേക്ക് സ്വാഗതം. നമ്മൾ മംഗളകരമായിട്ട് 22 ദിവസം 22 ഭാഗങ്ങൾ കടന്നു. 22 ദിവസമല്ല, തത്വത്തിൽ നമ്മൾ ഒരു 30 ദിവസമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. ചില ഭാഗങ്ങൾ 2-3 ഖണ്ഡമായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പം ഇന്ന് വളരെ സുന്ദരമായ കാണ്ഡമാണ് നമ്മൾ വായിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. രാമായണത്തിലെ പ്രഭു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പ്രഭുവിന്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടല്ലോ, ശക്തി രാമായണത്തിന്റെ സ്റ്റോറി ഉള്ളത്. ഏത് ബുക്കാ? പ്രഭുവിന്റെ കയ്യിൽ രാമായണത്തിന്റെ സ്റ്റോറി ഉള്ള ഒരു ബുക്ക് ഉണ്ടല്ലോ, പ്രഭു വായിക്കണത്. അതെ, ഏത് എന്താ ഇത് പബ്ലിക്കേഷൻ? അത് പബ്ലിക്കേഷൻസ്, ഒരു മിനിറ്റ്, ഞാൻ ഇന്ന് ഓഫ് ചെയ്തു, റെക്കോർഡിംഗ് ഓഫ് ചെയ്തു. ഇപ്പോൾ രാമായണത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാഗത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആ ഒരു ഭാഗം, അതായത് രാമായണത്തിന്റെ, അതായത് അതിന്റെ മാറ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭക്തനെ കുറിച്ചാണ്. ശ്രീരാമചന്ദ്രന്റെ ഏറ്റവും വലിയ ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാൻ ദേവനാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പറയാനുള്ളത് വിഭീഷണൻ. ഇത്രയും ക്രൂരനായ ഒരു അനിയന്റെ ജ്യേഷ്ഠനായിട്ട് കിട്ടിയല്ലോ. ജ്യേഷ്ഠനല്ലേ, രാവണന്റെ ജ്യേഷ്ഠനല്ലേ, അല്ലേ?
അനിയൻ ഇത്ര ക്രൂരനാണ്, പക്ഷേ ആലോചിച്ച് നോക്കണം, എത്രയോ വലിയ ഭക്തനാണ്. പിന്നെ അതുപോലെ അതേസമയം കുംഭകർണൻ ശരിയായ വിവരമുള്ളവനായിരുന്നു കേട്ടോ. കുംഭകർണനും ശരിയായ വിവരമുള്ളവനായിരുന്നു. പക്ഷേ രാവണനെ ധിക്കരിക്കാൻ പറ്റാതായി, സഹോദരനെ ധിക്കരിക്കാൻ പറ്റാതായിട്ട് മുന്നറിയിപ്പ്, ഇനി നീ അനുഭവിച്ചോണം, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഇനി പിന്നെ നിന്റെ തലയിൽ വരച്ചേക്കുന്നത് ആർക്കാ തിരുത്താൻ പറ്റാത്തത്, ആർക്കാ തിരുത്താൻ പറ്റുന്നത്, അതുകൊണ്ട് നീ അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് കുംഭകർണൻ ശ്രീരാമചന്ദ്രനെതിരെ വരുന്നത് കേട്ടോ. അതെല്ലാം മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ്. അപ്പം രാവണൻ ആ സമയത്ത് ആ കുടുംബത്തിൽ രാവണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തികച്ചും ശ്രീരാമചന്ദ്രനെതിരെ, ഭഗവാനെതിരെ വരുന്നത്. അങ്ങനെ ഹനുമാൻ ദേവൻ അശോകവനത്തിലെത്തുകയും സീതാദേവിയെ കാണുകയുമൊക്കെ ചെയ്തു. അങ്ങനെ അടയാളമൊക്കെ കൊടുത്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ആ ഭാഗമാണ് നമ്മൾ അതുവരെ വായിച്ചു നോക്കിയത്. ഇനി നമ്മൾ പോകുന്നത് സീതാദേവിയെ കണ്ടിട്ട് വാക്കുകളൊക്കെ കൊടുക്കുന്നതാണ്. അതെ അതെ, ഹനുമൽ സീതാ സംവാദം. ഹനുമാൻ ദേവനും സീതാദേവിയുമായിട്ട് സംസാരിക്കുന്ന ഭാഗങ്ങളാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. അപ്പം സീതാദേവി ആ അശോകമരത്തിന്റെ ചുവട്ടില്, രാമായണത്തിൽ പറയുന്ന ശിംശിഭാ വൃക്ഷം, ആ ശിംശിഭാ വൃക്ഷം എന്നാണ് ആധ്യാത്മിക രാമായണത്തിൽ പറയുന്നത്. ശിംശിഭാ വൃക്ഷത്തില് ഇരുന്ന് ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ചിരിക്കുമ്പോഴാണ് ഹനുമാൻ ദേവൻ, രാമദൂതൻ ആ എത്തിയ വിവരം ഹനുമാൻജിക്ക് അറിയിക്കാൻ, സീതാദേവിയോട് അറിയിക്കാൻ ധൃതിയായിട്ട്. അങ്ങനെ ഹനുമാൻ ദേവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ മർമറിങ് ചെയ്യുകയാണ്. അപ്പം ആരോ എന്തോ ശബ്ദിക്കുന്നത് പോലെ സീതാദേവി കേൾക്കുന്നു, പക്ഷെ ആളിനെ കാണുന്നില്ല. അപ്പൊ അങ്ങനെ ഹനുമാൻജി ഒരു കഥ പറയുന്ന പോലെ ദശരഥന്റെ കഥ, ശ്രീരാമന്റെ കഥ, അയോധ്യ കഥ ഇതെല്ലാം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാം വ്യക്തമായി സത്യസന്ധമായി പറയുന്നു. എല്ലാ സംഭവങ്ങളും അക്കമിട്ട്, എത്രയോ മൈലുകൾ അകലെ സമുദ്രത്തിന് അക്കരെ ശ്രീലങ്ക നഗരത്തില് അയോധ്യയിൽ നടക്കുന്ന കഥകള് പറയുന്നു. ഇതാരാണ്? എല്ലാ സംഭവങ്ങളും അക്കമിട്ട് കൃത്യമായി സൂചിപ്പിക്കുന്നു. സീതാന്വേഷണം ആരംഭിക്കുന്നത് വരെയുള്ള കഥ കേട്ടു, പിന്നെ മൗനമാണ്, ശബ്ദമില്ല. സ്വപ്നമാണോ തോന്നലാണോ? കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് കുറേ നേരം ഇങ്ങനെ സീതാദേവി കഴിച്ചു കൂട്ടുകയാണ്. എന്നോട് കഥ പറഞ്ഞ പൂജനീയൻ ആരാണെങ്കിലും കാണപ്പെടട്ടെ. പെട്ടെന്ന് തന്റെ മുമ്പിൽ ഒരു കുരങ്ങൻ ചാടി വീണു. അവൻ തന്നെ തന്നെ നോക്കി നിൽക്കുന്നു. ആരാണെന്ന് സീതയില്ല. മായാവികളുടെ ലോകമാണ്. തന്നെ വഞ്ചിക്കാൻ കുരങ്ങനായി തീർന്നതാണോ? സീത സംശയിക്കുന്നതിൽ തെറ്റില്ല. ഭയം കൂടി വരുന്നു. മുഖഭാവത്തിൽ നിന്ന് ഹനുമാൻജിക്ക് അത് മനസ്സിലാവുന്നു. അങ്ങനെ ഹനുമാൻ സീതാദേവിയോട് പറയുകയാണ്, ദേവി, ഞാൻ മായയല്ല, മായാവിയല്ല, ശ്രീരാമചന്ദ്രന്റെ ദാസനാണ്, ഞാൻ വായുപുത്രനാണ്, എന്നെ ഹനുമാൻ എന്നെ വിശ്വസിക്കാം. വാനരരാജൻ സുഗ്രീവന്റെ മന്ത്രിയാണ് ഞാൻ എന്ന് പരിചയപ്പെടുത്തും സ്വയം. പരിഭവവും ഭീതിയുമൊക്കെ നീങ്ങി ഹനുമാൻ ശ്രീരാമന്റെ വേർപാടിന് ശേഷം നടന്ന സംഭവങ്ങളെല്ലാം കൃത്യമായി സീതയെ ധരിപ്പിച്ചു. എന്നിട്ട് ഹനുമാൻ അടയാളവാക്യത്തോടൊപ്പം നാമാക്ഷരം കുത്തിയ മോതിരവും കൊടുത്തു. ആ കഥകളൊക്കെ വളരെ വിശദമായിട്ട് രാമായണത്തിലൂടെ വായിക്കുമ്പോൾ അറിയാൻ പറ്റും. ജയന്തൻ വന്നതും ഇല്ലേ, ആ കഥകളൊക്കെ ഉണ്ട്. ഹനുമാൻ തൊഴുകയോടെ നീങ്ങി നിന്നു. സീത ശ്രീരാമ മോതിരം സൂക്ഷ്മമായി പരിശോധിച്ചു, ബോധ്യപ്പെട്ടു. ഭക്തി പുരസ്സരം അത് നെറുകയിൽ വെച്ച് കണ്ണുനീർ പൊഴിച്ചു. തനിക്ക് ഭർത്താവിനെ കിട്ടിയ അനുഭവം, ഹനുമാനോടുള്ള കടപ്പാട് പറഞ്ഞറിയിക്കാൻ വയ്യ. സ്വാമിയോട് ഇവിടെ നേരിൽ കണ്ട അനുഭവങ്ങളെല്ലാം പറയണം. തനിക്ക് 2 മാസത്തെ അവധിയാണ് രാവണൻ തന്നിരിക്കുന്നത്. രാമൻ വരാൻ താമസിച്ചാൽ ആ ദുഷ്ടൻ എന്നെ വെട്ടി നുറുക്കി ഭക്ഷിച്ചു കളയും. 60 ദിവസം മാത്രമേ ആ രാവണൻ എനിക്ക് തന്നിട്ടുള്ളൂ. രാവണൻ ഉടനെ എത്തും, രാവണനെ വധിക്കും, സീതയെ കൊണ്ടുപോകും. ഹനുമാൻ സീതയെ ആശ്വസിപ്പിച്ചു. വാനരന്മാരുടെ പെരുമ്പട സമുദ്രം കടന്ന് എങ്ങനെ ലങ്കയിലെത്തുമെന്നാണ് സീതയുടെ സംശയം. രാമലക്ഷ്മണന്മാർ തന്റെ ചുമലിലായിരിക്കും. സുഗ്രീവനും മറ്റു വാനരന്മാരും ആകാശത്തിലൂടെ വന്ന് ദുഷ്ടരാക്ഷസന്മാരെ എല്ലാം ചുട്ടരിക്കും. വിട ചോദിച്ചുകൊണ്ട് ഹനുമാൻ യാത്രയാവുകയാണ്. ഹനുമാൻ വാക്കുകൊടുക്കുകയാണ്. സീത
മൂടിക്കെട്ടിനുള്ളിൽ ഇരുന്ന ചൂടാമണി എടുത്തു കൊടുത്തു. പിന്നെ അടയാളവാക്യവും പറഞ്ഞ് അത് സീതയ്ക്കും രാമനും മാത്രമേ അറിയൂ. അപ്പൊ അങ്ങനെ തിരിച്ച് വീണ്ടും സീതാദേവി ഒരു ചിഹ്നം കൊടുക്കുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞത്. ഒരിക്കൽ ചിത്രകൂടത്തിൽ താമസിക്കുന്ന കാലം ഏകാന്തതയിൽ രാമൻ തന്റെ മടിയിൽ തലവച്ച് ഉറങ്ങുകയാണ്. അപ്പോൾ ഇന്ദ്രന്റെ മകൻ ജയന്തൻ കാക്കയായി വരുന്നു. തന്റെ പെരുവിരൽ നഖവും നഖവും ചുണ്ടും കൊണ്ട് കൊത്തിക്കീറി. രാമൻ ഉണർന്നു. കൊത്തിക്കീറിയ മുറിപ്പെടുത്തിയ കാല് കണ്ട് വിവരം ചോദിച്ചറിഞ്ഞു. അപ്പോഴും തന്റെ നേരെ കാക്ക പാഞ്ഞെടുത്തിരുന്നു. അവന്റെ ചുണ്ടും നഖവും ചോര പുരണ്ടിരുന്നതായി കണ്ടു. രാമൻ കോപിച്ച് ഒരു പുൽക്കടി എടുത്ത് ദിവ്യ അസ്ത്രത്തോട് യോജിപ്പിച്ച് അയച്ചു. അത് ജ്വലിച്ചുകൊണ്ട് കാക്കയുടെ പിന്നാലെ പാഞ്ഞു. കാക്ക ലോകം മുഴുവൻ പറന്നു നടന്നു. ഇന്ദ്രനും ബ്രഹ്മാവിനും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവസാനം തിരിച്ച് രാമന്റെ കാൽക്കൽ വന്ന് വീണ് മാപ്പ് ചോദിച്ചു. പക്ഷെ ശ്രീരാമചന്ദ്രന്റെ ദേഷ്യം അടങ്ങിയിട്ടില്ല. എന്റെ അമ്മയാവില്ല, ലക്ഷ്യം നൽകണം. ശ്രീരാമചന്ദ്രൻ കൊടുക്കുകയാണ്. കാക്കയുടെ ഇടത്തെ കണ്ണില് ശ്രീരാമചന്ദ്രന്റെ അമ്പ് പോയി തറഞ്ഞു. അങ്ങനെ ജയന്തന്റെ ആ ഒരു കണ്ണ് പോയി. സീതയുടെ അടയാളവാക്യം അതായിരുന്നു. ഇന്നും കാക്കയ്ക്ക് നോക്കണം. പിന്നീട് വരുന്ന പരമ്പരകൾക്കെല്ലാം കാക്ക ഒറ്റ കണ്ണാണ്. അതുകൊണ്ടാണ് ഈ കാക്ക ചെറഞ്ഞു നോക്കുന്നത്. ഒരു കണ്ണിനെ കാക്കയ്ക്ക് കാഴ്ചയുള്ളൂ, രണ്ട് കണ്ണുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് കാക്ക ഈ ഒരു സൈഡ് തിരിഞ്ഞു നോക്കുന്നത്. ഇത്രയും ചെറിയ ഹനുമാൻ അസുരന്മാരോട് എങ്ങനെ പൊരുതും? സീതാദേവിക്ക് അടുത്ത സംശയം വരികയാണ്. എല്ലാ വാനരന്മാരും ഹനുമാനെ പോലെ തന്നെയാണോ? എല്ലാ സീതയുടെ സംശയങ്ങളായിരുന്നു. ഹനുമാൻ അതെല്ലാം തീർത്തു. ഒരു നിമിഷം തന്റെ ഭീമാകാര ശരീരം സീതയ്ക്ക് കാട്ടിക്കൊടുത്തു. വാമനദേവൻ വലുതായതുപോലെ ഹനുമാൻ ദേവൻ വളരെ വലുതായി, ഭീമാകാരനായി, ഹിമാലയ പർവ്വതത്തോളം വലുതായി. ഭയങ്കരൻ തന്നെ. മായാവികളായ അസുരന്മാരോട് നേരിടാൻ മായാവിയായ ഹനുമാന് അനുയോജ്യനാണെന്ന് സീതാദേവിക്ക് മനസ്സിലായി. അങ്ങനെ സീതാദേവി ഹനുമാൻ ദേവനെ അനുഗ്രഹിച്ച് അയക്കുകയാണ് ഈ 23-ാമത്തെ ഭാഗം. ഹരേ കൃഷ്ണ. ഇതിന്റെ വാൽമീകി രാമായണത്തിന്റെ ട്രൂ ട്രാൻസ്ലേഷൻ മലയാളം ഹരേ കൃഷ്ണ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഹനുമാൻ ദേവനും സാക്ഷാ ലക്ഷ്മി ദേവിയും തമ്മിലുള്ള ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ഡോക്ടർ ജി സ്വാഗതം. നമുക്ക് രാമായണം കേൾക്കാം. ഹനുമാനും സീതാദേവിയും തമ്മിലുള്ള സംവാദം. ഉഷസി നിശി ചരികളി വരുടലു മമ ഭക്ഷിക്കും ഉറ്റവരായിട്ടൊരുത്തരുമില്ലമേ. സുമാജി. ഉഷത്തി നിശ്ചരികളി വരുടലും മമ ഭക്ഷിക്കും ഉറ്റവരായിട്ടൊരുത്തരുമില്ലമേ. മരണമിക വരത്തിനു ഒരു കഴിവ് കണ്ടീല. മാനവാനും എന്നെ മറന്നിട. കളവനിക മിരവിനോട് ജീവനും ആദ്യ ഞാൻ കാവുൽസ്ഥനും കരുണാകീരണ്യത്തെയും മനസ്സിമു പൊരിവ വളരുമോർത്തു സന്താപേന മന്ദമെഴുന്നേറ്റു നിന്ന പുലാൽ തരള ഹൃദയം മുഴുപത്താരം മുത്തോർത്തു താണു കിടന്നൊരു ശിംശിപാശാഭയം സഭയ പരവശ തരളമാലഭ്യ ബാഷ്പതു സന്തതം പാർത്തു വിലാപം തുടങ്ങിനാൾ. പവനസുതനിവൻ പലവും ആലോക്യ മാനസെ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ. ജഗതമല നയനരവി ഗോത്ര ദശരഥൻ ജാതനായവൻ തന്നുടെ പുത്രരായി. രതിരമണ തുല്യരായി 4 പേരുണ്ടിത് രാമ ഭരത സൗമിത്രി ശത്രുഘ്നന്മാർ. രജനി ചരകുല നിധന ഹേതു ഭൂതൻ വിദൂരാഖ്യയാം കാനനം തന്നിൽ വാങ്ങിടിനാൻ. ജനകൃപസുതയും അവരജനുമായി സാദരം ജാനകി ദേവിയെ തത്പ്രദശാനനൻ കപടയതിവേഷമായി കത്തുകൊണ്ടിടിനാൻ. കാണാനു ദുഃഖിച്ചു രാമനും തമ്പിയും
വിപിന ഭൂമി വിരവോടു തിരഞ്ഞു നടക്കുമ്പോൾ വീണു കിടക്കും ജടായുവിനെ കണ്ടു. പരമഗതി പുനരവനു നൽകി അമ്മാല്യവൾ പർവ്വത പാർശ്വേ നടക്കും വിധം തഥാ തരണി സുതനോടു സപതിന സഖ്യവും ചെയ്തിതു. സത്വരം പൊന്നിതു ശക്രസുതനെയും തരണി തനയനും അധ കവീന്ദ്രനായി വന്നിതു. ഉപകാരം ആശു സുഗ്രീവനും കവിവരരെ വിരവിനോടു നാലു ദിക്കെങ്കിലും കണ്ടു വരുവാനയച്ചോരനന്തരം പുനരവരിൽ ഒരുവൻ അകമത്ര വന്നിടിനേൻ. പുണ്യവാനായ സമ്പാദിതൻ പാഠിനാൽ ജലനിധിയും ഒരു ശതകയോജന വിസ്തൃതം ചെമ്മീ കുതിച്ചു ചാടിക്കടന്നിടിനാൻ. രജനി ചരപുരി മുഴുവൻ തിരഞ്ഞേനകം രാത്രിയിൽ അത്രതാനുഗ്രഹം വശാൽ തരുണികരവരമ അരിയ ശിംശപാവൃക്ഷവും താൻ മൂലദേശേ ഭവാദിയേയും മുതാ കനിവിനോടു കണ്ടു കൃതാർത്ഥനായേനകം കാമലാഭാൽ കൃതകൃത്യനായിടിനേൻ. ഭഗവതനു ചരതിലകം അഗ്രേസരൻ മമ ഭാഗ്യം മഹോ മമ ഭാഗ്യം നമോസ്തുതേ. പ്ലവക കുലവരനിധി പറഞ്ഞടങ്ങിയിടിനാൻ. പിന്നെ ഇളകാതിരുന്നാല രക്ഷണം കിം ഇതിലെ കുലവര ചരിത്രം ക്രമേണമേ കീർത്തിച്ചിൽ ആകാശമാർഗേ മനോഹരം. പവനൻ ഒരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കുകയോ കാവ്യാമെന്നുടെ മാനസ ഭ്രാന്തിയോ. സുചിരതരമൊരു പൊഴുതു ഉറങ്ങാതെ ഞാനിക സ്വപ്നമോ കാൺമാനവകാശമില്ലല്ലോ. സരസതലപതി ചരിതമാശു കർണാമൃതം സത്യമാ വന്ദിതാവും മമ ദൈവമേ. ഒരു പുരുഷൻ ഇതു മമ പറഞ്ഞുവെന്നാൽ അത്യുത്തമൻ മുമ്പിനെ കാണായി വരേണമേ. ജനക നൃപ ദുഹിതുവചനം കേട്ടു മാരുതി ജാതമോദം മന്ദമന്ദം നിറഞ്ഞിനാൻ. മകൾ ശരണനളിനാന്തിക്ക് വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം. തൊഴുതു ചെറുകലെ അവനാശു നിന്നിടിനാൻ. തുഷ്യാകലപിന്തുല്യ ശരീരനായി ഇവിടെ നിശിചരപതി വലിമുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതിർന്നോ വരികയോ. ശിവ ശിവ കിന്നിധി കരുതി നിധില നൃപപുത്രിയും ചിത്തശ്രീ കലർന്നു മരുകിനാൾ. കുസൃതശംഖനു പെരുമെന്നു നിരൂപിച്ച കുമ്പിട്ടിരുന്നതു കണ്ടു കവീന്ദ്രനും. ശരണം ഇഹ ചരണം സരസിജമഖില നായികേ. ശക്തിക്ക് വേണ്ട കുറഞ്ഞൊന്നു എന്നെ തവ സജീവനഹമിഹ തഥാവിതന്നല്ലകോ ദാസോസ്മി കൗസലേന്ദ്രസ്യ രാമസ്യ ഞാൻ. സുമുഖി കവികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവ ഭൃത്യഞ്ജകൾ പ്രാണനന്ദനൻ. കപടം ഒരുവരോടും ഒരു പൊഴുതുമറിയുന്നീല കർമ്മണ വാചാ മനസ്സാഭിമാതാവേ. പവനസുത മധുരതര വചനമതു കേട്ടുടൻ പത്മാലയാ ദേവി ചോദിച്ചതാദരാൽ. മൃദു സ്ഫുടവർണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോം. സദയമിഹവത മനുജവാനരജാതികൾ തക്കളിൽ സക്കരി സംഭവിച്ചിടുവാൻ. കലിതരുചിതകന ഭൂമി കാരണമെന്തരോ കാരുണ്യവാരാനിധേ കവി കുഞ്ചര. തിരുമനസി ഭവതി തിരികെ പ്രേമമുണ്ടെന്ന് എന്നോട് ചൊന്നതെന്മൂലവും ചൊല്ലുമേ. ശൃണു സുമുഖി നിഖിലമഖിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണേ സത്യമോമലേ. ഭവതി പതിവചനമവലംബ്യരണ്ടമാൻ ആശ്രയാ ശങ്കലും ആശ്രമാതിങ്കലും. മരുവിനിതു പൊഴുതിൽ ഒരു കനകമൃഗം ആലോക്യമാനിന്നു പിറ്റേ നടന്നു രഘുപതി. നിശിതതര വിശിഖഗണ ചാപവുമായി ചെന്നു നീചനാമാരീചനെ കൊന്നു രാഘവൻ. ഉടനുടലും മുലയെ മുഹൂരുടജ ഭുവി വന്നപ്പോൾ ഉണ്ടായ വൃത്താന്തമോ പറയാവതു. ഉടനവിടെ വിടവിൽ അതയെ നോക്കിയും ഒട്ടും കരഞ്ഞു തിരിഞ്ഞുടലും വിധവും.
ഗഗനഭൂമി ഗഗനചരപതി ഗരുഡ സന്നിഭൻ കേണും കിടക്കും ജടായുവിനെ കണ്ടു. അവനും അധ തവ ചരിതം അഖിലമറിയിച്ചള അളവ് ആശു കൊടുത്തിതു മുക്തി പക്ഷീന്ദ്രനും. പുനരടവികളിൽ അവരജന സാഗം ദ്രുതം കുതിരിഞ്ഞു കബന്ധഗതി നൽകി ശബരിമരുവിന മുനിവരാസമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിടിനാൻ. അധ ശബരി വിമല വചനേന ഋഷ്യമുഖാദ്രി പർവ്വത പാർശ്വേ നടക്കും വിധം തപനസുതൻ ഇരുവരെയും അഴകിനോട് കണ്ടു കടി താല്പര്യം ഉൾക്കൊണ്ടയച്ചതു എത്തതാ. ബദരവികുലോ അവരന്മാരുടെ ബദരവികുലോത്ഭവന്മാരുടെ സംഗീതവും ബ്രഹ്മചാരി വേഷമാലംബ്യ ചെന്നു ഞാൻ. നൃപതി കുലവര ഹൃദയം അഖിലവും അറിഞ്ഞതി നിർമ്മലന്മാരെ ചുമലിലെടുത്തുടൻ തരണി സുത നികട ഭൂമി കൊണ്ടു ചെന്നിടിനെ സഖ്യം പരസ്പരം ചെയ്യിച്ചതാശു ഞാൻ. ദഹനെയും അഴകിനോട് സാക്ഷിയായി കൊണ്ട് ദണ്ഡം ഇരുവർക്കും ആശു തീർത്തിടുവാൻ. തപനസുത ഗൃഹിണിയെ ബലാദടിക്ക കൊണ്ട താരാപതിയെ വധിച്ചു രഘുവരൻ. ദിവസകര തനികനു കൊടുത്തിതു രാജവും ദേവിയെ ആരാഞ്ഞു കാണാൻ കവീന്ദ്രനും. പ്ലവക കുല പരിവൃഢരെ നാം ദിക്കെങ്കിലും പ്രത്യേകമേകൈക ലക്ഷ്യം നിയോഗിച്ചാൻ. അത് പൊഴുതു രഘുപതിയും അഴികൂറലിക്കെ വിളിച്ച് അങ്കുലീയമ്മ കയ്യിൽ നൽകിയിടിനാൻ. ഇതു ജനക നൃപതി മകൾ കയ്യിൽ കൊടുക്കണി എന്നുടെ നാമാക്ഷരഞ്ജുതം പിന്നെയും സവരി തവ മനസ്സിൽ ഒരു വിശ്വാസ സിദ്ധയെ സാദരം ചൊന്നാനടയാള വാക്യവും. അതു ഭവതി കഴ തളരി തളി ഇനി വിരവിൽ നൽകുവാൻ ആലോക്യ ആനന്ദപൂർവകം. ഇതി മധുരതരം അനില തനയൻ പുര ചെയ്തുടൻ ഇന്ദിരാദേവി തൻ കയ്യിൽ നൽകിനാൻ. പുനരധിക വിനയമോട് തൊഴുതു താതരാൽ പിന്നോക്കി വാങ്ങി വണങ്ങി നിന്നിടിനാൻ. മിഥില നൃപ സുതയും അതു കണ്ടതിൽ പീഡയായി മേന്മേലൊഴുകും ആനന്ദ ബാഷ്പാകുലം. രമണമിവ നിജ ശിരസി കനിവോടു ചേർത്തിതു രാമനാമാങ്കിതം അങ്കുലീയം മുത. പ്ലവക കുല പരിവൃഢ മഹാമതിമൻ ഭവാൻ പ്രാണദാത മമ പ്രീതികാരി ദൃഢം. ഭഗവതി പരമാത്മിനി ശ്രീനിധൗ രാഘവേ ഭക്തന്നതീവ വിശ്വാസ്യൻ ദയാപരൻ. പല ഗുണവും ഉടയവരെ ഒഴികെ മറ്റാരെയും ഭർത്താവയറ്റും ഇല്ല മത്സിന്യതവും. മമ സുഖവും അനുദിനമിരിക്കും പ്രകാരവും മൽപരീതാപവും കണ്ടുവല്ലോ ഭവാൻ. കമലദല നയനനഗതളിമാ പ്രതി കാരുണ്യമുണ്ടാകാം പരിചരിക്കനേ. ഹരേ രാമ 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 ഹരേ ഹരേ. മീരാജി. രജനി ചരവരനശനമാക്കുമെന്നെ കൊണ്ടു രജനി ചരവരൻ അശനമാക്കുമെന്നെ കൊണ്ടു 2 മാസം കഴിഞ്ഞാലെന്നു നിർണയം. അതിനിടയിൽ വരുവതിനു വേല ചെയ്തിടു നീ അത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ. ത്വരിതമിക ദശമുഖനെ നിഗ്രഹിച്ചെന്നുടെ ദുഃഖം കളഞ്ഞു രക്ഷിക്കെന്നു ചൊല്ലു നീ. അനിലതനയനും അഖില ജനനിവചനങ്ങൾ കേട്ടാകുലം തീരുവാനാശു ചൊല്ലിയിടിനാൻ. അവനിപതിസുതനൊടടിയൻ ഭവദ്വാർത്തതകൾ അങ്ങുണർത്തിച്ചുകൂടുന്നതിൻ മുന്നമേ അവരജനും അഖില കവികുലബലവുമായി മുതിർന്നാശു വരുവതിന്നില്ലൊരു സംശയം. സുതസജീവ സഹജ സഹിതം ദശഗ്രീവനെ സൂര്യാത്മജാലയത്തിനയക്കും ക്ഷണാൽ ഭവതിയെയും അധികരുണമഴകിനോടു വീണ്ടു നിൻ ഭർത്താവയോധ്യക്കെഴുന്നള്ളുമാതരാൽ. ഇതി പവനസുതവചനമുടമയോടു കേട്ടപോൽ ഇന്ദിരാദേവി ചോദിച്ചരുളിടിനാൾ. ഇഹ വിദത ജലനിധിയെ നിഖില കപിസേനയോടേതോരു ജാതി കടന്നു വരുന്നതും
മനുജ പരിവൃഢനിധി വിചാരിച്ച നേരത്തു മാരുതി മൈഥിലിയോടു ചൊല്ലിയിടിനാൻ. മനുജ പരിവൃഢനെയും അവരജനെയും അമ്പൊടു മറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണാൽ മമ ചുമലിൽ വിരവിനോടെടുത്തു കടത്തുവൻ മൈഥിലീക്കും വിഷാദം വൃഥാ മാനസേ. ലഘുതരം അമിതരജനിചര കുലമശേഷേണ ലങ്കയും ഭസ്മമാക്കിയിടും മനാകുലം. ദ്രുതമതിനു സുതനു മമ ദേഹ്യനുജ്ഞാമനി ദ്രോഹം വിനാഗമിച്ചിടുവാനോമലേ. വിരഹ കലുഷിത മനസി രഘുവരനു മാം പ്രതി വിശ്വാസമാശു വന്നിടുവാനായി മുതാ. തരിക സരഭസം ഒരടയാളവും വാക്യവും താവകം ചൊല്ലുവാനായരുൾ ചെയ്യണം. ഇതി പവനതനയ വചനേന വൈദേഹിയും ഇത്തിരി നേരമായി വിചാരിച്ചു മാനസേ. ചിഗുരഭരമതിൽ മരുവും അമല ചൂടാമണി ചിന്മയി മാരുതി കയ്യിൽ നൽകിയിടിനാൾ. ശൃണുതനയ പുനരൊരടയാളവാക്യം ഭവാൻ ശ്രുത്വാ ധരിച്ചു കർണേ പറഞ്ഞിടു നീ. സപതി പുനരതു പൊഴുതു വിശ്വാസമെന്നുടെ ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം. ചിരമമിത സുഖമൊടുരു തപസി ബഹുനിഷ്ഠയാ ചിത്രകൂടാചലത്തിങ്കൽ വാഴും വിധവും അപലമധു പരിജിനോടുണക്കുവാൻ ചിക്കി ഞാൻ പാർത്തതും കാത്തിരുന്നീടും ദശാന്തരെ. തിരുമുടിയും അഴകിനോടു മടിയിൽ മമ വച്ചുടൻ തീർത്ഥപാദൻ വിരവോടുറങ്ങിയിടിനാൻ. അതു പൊഴുതിലതിചപലനായ ശക്രാത്മജൻ ആശുകാകൃതി പൂണ്ടുവന്നിടിനാൻ. പല പൊഴുതു പലല ശകലങ്ങൾ കൊത്തിയിടിനാൻ. ഭക്ഷിച്ചു കൊള്ളുവാനെന്നോർത്തു ഞാൻ തഥാ പുരുഷതരം ഉടനുടൻ എടുത്തെറിഞ്ഞിടിനേൻ. പാഷാണജാലങ്ങൾ കൊണ്ടവൻ വപുഷി മമ ശിതചരണ നഗര തുണ്ടങ്ങളാൽ വായ്പോടു കീറിനാൽ ഏറെ കുപിതനായി. പരമപുരുഷനും ഉടനുണർന്നു നോക്കും വിധൗ പാരമൊലിക്കുന്ന ചോര കണ്ടാകുലാൽ തൃണശകലം അതികുപിതനായെടുത്ത ശ്രമം ദിവ്യാസ്ത്രമന്ത്രം ജപിച്ചയച്ചിടിനാൻ. സഭയം അവനഖില ദിശി പാഞ്ഞു നടന്നിടു സങ്കടം തീർത്തു രക്ഷിച്ചു കൊണ്ടിടുവാൻ. അമരപതി കമലജ ഗിരീശ മുഖ്യന്മാർക്കും ആവതല്ലെന്നയൊച്ചോരവസ്ഥാന്തരേ. രഘുതിലക മലരിൽ അവശമൊടു വീണിതു രക്ഷിച്ചു കൊള്ളേണമെന്നേ കൃപാനിധേ. അപരമൊരു ശരണമിക നഹി നഹി നമോസ്തുതേ ആനന്ദമൂർത്തേ ശരണം നമോസ്തുതേ. ഇതി സഭയം അടിമലരിൽ വീണു കേണിയിടിനാൻ ഇന്ദ്രാത്മജനാം ജയന്തനുമന്നേരം. സവിതൃകുലതിലകൻ അധ സസ്മിതം ചൊല്ലിനാൻ സായകം നിഷ്ഫലമാകയില്ലേന്നേതുമേ. അതിനു തവ നനയനമതിലൊന്നു പോം നിശ്ചയമന്തരമില്ല നീ പോയിക്കൊള്ളുക നിർഭയം. ഇതി സദയമനു ദിവസം എന്നെ രക്ഷിച്ചവനിന്നുപേക്ഷിച്ചതെന്തെന്നുടെ ദുഷ്കൃതം. ഒരു പിഴയും ഒരു പൊഴുതിലവനോടു ചെയ്തില്ല ഞാൻ ഓർത്താലിതെന്നുടെ പാപമേ കാരണം. വിവിധമിതി ജനക നൃപദുഹിത്യവചനം കേട്ടു വീരനാ മാരുതപുത്രനും ചൊല്ലിനാൻ. ഭവതി പുനരിവിടെ മരുവീടുന്നതേതുമേ ഭർത്താവറിയായി കൊണ്ടുവരാഞ്ഞതും. ചടിതി വരുമിനി നിശിചരൗഖവും ലങ്കയും ശാഖാമൃഗാവലി ഭസ്മമാക്കും ദൃഢം. പവനസുതവചനമിതി കേട്ടു വൈദേഹിയും പാരിച്ച മോദേന ചോദിച്ചരുളിനാൻ. അധിക കൃശതനുരിക ഭവാൻ കവിവീരരും ഈ വണ്ണമുള്ളവരല്ലയോ ചൊല്ലു നീ. നിഖില നിശിചരം അജല നിഭവിപുലമൂർത്തികൾ നിങ്ങൾ അവരോടെതിർക്കുന്നതെങ്ങനെ. പവനജനും അവനിമകൾ വചനമതു കേട്ടുടൻ പർവ്വത തുല്യനായി നിന്നാനതിദ്രുതം. അധമിഥില നൃപതി സുതയോടു ചൊല്ലിയിടിനാൻ അഞ്ജനാപുത്രൻ പ്രഭഞ്ജനനന്ദനൻ. ഇതു കരുതുക അകമലരിൽ ഇങ്ങനെയുള്ളവർ ഇങ്ങിരുപത്തൊന്നു വെള്ളം പടവരും. പവനസുത മൃദുവചനം ഇങ്ങനെ കേട്ടുടൻ പത്മപത്രാക്ഷിയും പാർത്തു ചൊല്ലിയിടിനാൾ.
അതിവിമലൻ അമിത നാശരവംശത്തിൻ അന്തകന്നീയതിനന്തരമില്ലെടോ. രജനി വിരവോടു ഇനിയും ഉഴറുകെങ്കിൽ നീ രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലം. ജലനിധിയും രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ശ്യാംസുധീർ പ്രഭു കിട്ടിയോ? ഹരേ കൃഷ്ണ. നീ കിട്ടി, ലാസ്റ്റ് എന്ന് പറഞ്ഞാലേ. ജലനിധിയും ഇത് ലങ്കാമർദ്ദനത്തിന്റെ തൊട്ട് മുമ്പായിട്ടൊരു 10-12 ലൈൻ ഫ്രണ്ട്. ജലനിധിയും അതിന് ജലനിധിയും അതിച പവനമിന്നെ കടന്നങ്ങു ചെന്നു രഘുവരനെ കാൺക നന്ദന മമ ചരിതം അഖിലം അറിയിച്ചു ചൂടാരത്നമാശു തൃക്കയ്യിൽ കൊടുക്ക വിരയനി വിരവിനോട് വരിക രവിസുതനും ഒരു സൈന്യവും വീരപൂന്മാരിരുവരുമായി ഭവാൻ വഴിയിലൊരു പിഴയു ഉപരോധമെന്നിയെ വായുസുത പോകാനല്ലവണ്ണം ധ്രുവം വിനയഭയ കുതുക ഭക്തി പ്രമോദാന്വിതം വീരൻ നമസ്കരിച്ചിടിനാൻ. അന്തിയേ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്മിതമാതാജി. പ്രിയവചന സഹിതനത ലോകമാതാവിനെ പ്രിയവചന സഹിതനത ലോകമാതാവിനെ പിന്നെയും 3 വലത്തു വെച്ചിടിനാൻ. വിടതരിക ജനനി വിടകൊള്ളുവാനടിയനു വേഗേന ഖേദം വിനാ വാഴ്ക സന്തതം. ഭവതു ശുഭമയി തനയ പഥി തവ നിരന്തരം. ഭർത്താരമാശു വരുത്തിയിടുകത്ര നീ സുഖമൊടിഹ ജഗതി സുരിജം ജീവജീവനി. സ്വസ്ത്യസ്തു പുത്ര തേസു സ്ഥിരശക്തിയും അനിലതനയനും അഖില ജനനിയോടും സാദരം ആശീർവചനമാതായ പിൻവാങ്ങിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്ന് നമ്മുടെ ആധ്യാത്മ രാമായണത്തിന്റെ 23ാമത്തെ ഭാഗം 23ാമത്തെ ദിവസം പൂർത്തിയാകുമ്പോൾ ശ്രേഷ്ഠനായ ഭക്തൻ സാക്ഷാൽ ലക്ഷ്മി ദേവിയെ കാണുകയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കുകയും ചെയ്യുകയാണ് വിജയത്തിനായിട്ട്. ഇവിടെ ഒരു ഏകാത്മകമായ ഒരു കാര്യം, ഒരു യൂണിക് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭഗവത്ഗീതയിലും രാമായണത്തിലും. എന്തുകൊണ്ടാണ് ഭഗവാൻ ഹനുമാനെ തെരഞ്ഞെടുത്തു ലങ്കയിലേക്ക് പോകാൻ വേണ്ടി? ബാക്കി എല്ലാ ദിക്കിലേക്കും മറ്റുള്ളവരെ വിട്ടിട്ട് തെക്ക് ദിക്കിനെ ശ്രീരാമചന്ദ്രൻ ആ ദൗത്യം ഹനുമാൻജിക്ക് കൊടുത്തു. എന്തുകൊണ്ടാണ്? ആ വാല് വെച്ച് ലങ്ക ചൂടാൻ വേണ്ടിട്ടാ. വാല് വെച്ച് ലങ്ക ചൂടാൻ അത് ഭഗവാൻ സുഗ്രീവനെ ഏൽപ്പിക്കാൻ സുഗ്രീവൻ ചെയ്യും. ഭഗവാൻ ഉണ്ടായത് കൊണ്ടാണ് അവിടെ വരുന്നത്. കാര്യം നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഭക്തന്മാരുടെ ആ അനുഗ്രഹം അല്ലെങ്കിൽ ആ ശക്തി, ആ ഹനുമാൻ ദേവന് ശക്തി ഉണ്ടായത് കൊണ്ടാണ് ഭഗവാൻ ഹനുമാനെ ഏൽപ്പിച്ചു എന്നല്ല സത്യം. അർജുനനെ ഭഗവാൻ ഏൽപ്പിച്ചു, യുദ്ധം ചെയ്യാൻ ഏൽപ്പിച്ചു. നീ യോദ്ധാവാണ്, നീ ക്ഷത്രിയനാണെന്നൊക്കെ പറഞ്ഞു. അതേസമയം യുദ്ധം 18 ദിവസവും കഴിഞ്ഞിട്ട് കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, നീ തേരിൽ നിന്ന് ഇറങ്ങി മാറാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇറങ്ങാൻ പറഞ്ഞു, തേരിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. അപ്പൊ അർജുനൻ ഒന്ന് കരുവാണ്, ഇല്ല ഭഗവാൻ അങ്ങോട്ട് ഇറങ്ങും, ഞാൻ പതുക്കെ പുറകെ ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ കേട്ടില്ല. അല്ല അർജുന, നീ ആദ്യം ഇറങ്ങാൻ പറഞ്ഞു.
അങ്ങനെ ഭഗവാന്റെ സമ്മർദ്ദം കൊണ്ടിട്ട് അർജുനൻ അവിടുന്ന് ഇറങ്ങുകയാണ് രഥത്തിൽ നിന്ന്. ഭഗവാൻ ഇറങ്ങിയതും ആ രഥം ഛിന്ന ഭിന്നമായി. 18 ദിവസവും ആ യുദ്ധഭൂമിയിലുണ്ടായ എല്ലാ ശരങ്ങളും ആ രഥത്തിൽ തറഞ്ഞിരിക്കുകയാണ്. ആകെ തകർന്നിരിക്കുകയാണ് രഥം. പക്ഷേ ഭഗവാൻ ഉണ്ടായത് കൊണ്ട് ആ രഥം അവിടെ നിലനിന്നു പോകും. എന്ന് പറഞ്ഞതുപോലെ ഹനുമാന്റെ ശക്തി ഉണ്ടായത് ശ്രീരാമചന്ദ്രൻ അനുഗ്രഹിച്ചിട്ടാണ്, സീതാദേവി അനുഗ്രഹിച്ചിട്ടാണ്. അതുകൊണ്ട് ഒരിക്കലും വിചാരിക്കരുത് ഹനുമാൻ ഏറ്റവും വലിയ ശക്തിമാനായത് കൊണ്ട് ഹനുമാൻ ദേവനെ ഏർപ്പെടുത്തി ഒരിക്കലും വിചാരിക്കരുത്. പിന്നെ എന്തുകൊണ്ടാണ് ഹനുമാൻ ദേവനെ ആ ദൗത്യം കൊടുത്തത്? അല്ലെങ്കിൽ ഹനുമാൻ ദേവനും അർജുനനുമായിട്ടുള്ള, അതായത് ഒരു നരനും ഒരു വാനരനും തമ്മിലുള്ള ഒരു ഒരു എന്താ പറയുന്നത്, ഒരു യുണിക്, അതായത് സാമ്യത എന്താണ്? ഹനുമാൻ ഹൃദയം തുറന്ന് കൃഷ്ണൻ രാമനും സീതയാണല്ലോ ഉള്ളത് അതിനകത്ത്. ഹനുമാന്റെ ഹൃദയം തുറന്ന് കാണിക്കുന്ന ഒരു അവിടെയാണ് പോയിന്റ്. ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു. അതാണ് പോയിന്റ്. 14 വർഷം വനത്തിൽ പാണ്ഡവര് കിടക്കുമ്പം കൃഷ്ണൻ കൂടെ പോയി. 16,108 ഭാര്യമാരെയും കളഞ്ഞുകൊണ്ട് കൂടെ പോയി. അന്ന് മാത്രമല്ല, ഭഗവാന്റെ മടിയിലാണ് അർജുനൻ കിടന്നുറങ്ങിയത്. അപ്പോൾ അർജുനന്റെ രോമകൂപങ്ങളിൽ നിന്ന് നാരദ മഹർഷി ചെവി വെച്ച് നോക്കുമ്പോൾ ആ രോമകൂപങ്ങളിൽ നിന്ന് ഒരേ ഒരു ശബ്ദം മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ: ശ്രീകൃഷ്ണ ശരണം മമ, ശ്രീകൃഷ്ണ ശരണം മമ. അതുപോലെ ഇവിടെ ഹനുമാൻ ദേവന് മറ്റാരെയും ഒരു ഓർമ്മയുമില്ല, ഒരു സ്മരണയുമില്ല. എന്റെ അച്ഛനും അമ്മയും പിതാവും, പിതാഗമസ്യ ജഗതോ മാതാ ദാതാ പിതാ മഹാവേദ്യം പവിത്രം ഓങ്കാരം സാമയജുരേവച എന്ന് സാക്ഷ്യപ്പെടുത്തിയ ആ ഭക്തൻ വാനരൻ നെഞ്ച് പിളർന്ന്, ഹൃദയം പിളർന്ന് കാണിച്ചു കൊടുത്തു, അങ്ങ് എന്റെ ഹൃദയത്തിലാണെന്നും. ഇതാണ് സാമ്യം. ഇതാണ് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം. അവിടെ നരനാണെങ്കിൽ ഇവിടെ വാനരനാണ്. ഈ ഒരു ബന്ധമാണ് സുന്ദരകാന്ഡം കഴിയുമ്പോഴേക്കും നമുക്ക് വേണ്ടത്. ഹനുമാൻ ദേവൻ ഒരിക്കലും അഹങ്കരിച്ചില്ല തന്റെ കഴിവില്. അതാ രസം. ഒരിക്കലും അഹങ്കരിച്ചില്ല. എന്റെ ദൗത്യം എന്താണോ ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നു, ഞാൻ അത് വിജയിക്കുന്നത് വരെ മറ്റു ഒരു ചിന്തകളും എനിക്കില്ലെന്ന്. അതുകൊണ്ടാണ് തിരിച്ചു വരുമ്പം കണ്ടേൻ ഞാൻ എന്ന്, ഞാൻ കണ്ടു എന്ന് ഹനുമാൻ ദേവൻ ഒരിക്കലും പറഞ്ഞില്ല. കണ്ടേൻ ഞാൻ സീതയെ എന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടാണ് വരുന്നത്, ഞാൻ കണ്ടിട്ടാണ് വരുന്നത് പറഞ്ഞില്ല. കണ്ടു 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 എന്നാ പറഞ്ഞത്. കണ്ടേൻ ഞാൻ സീതയെ. ആ ഒരു മമതാ ബന്ധം സുന്ദരകാന്ഡം വായിച്ചു കഴിയുമ്പോൾ സുന്ദരമായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഹരേ കൃഷ്ണ. പ്രഭു പറഞ്ഞോളൂ. ഞാനാണ്, എന്നോടാണോ പറഞ്ഞത്? അതെ. ഓക്കെ. ഞാൻ ജനറൽ ആയിട്ട് പറയാം. എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം. അതായത് ഞാനിപ്പോ യൂറോ കപ്പ് കാണുന്നുണ്ട്. യൂറോ കപ്പ് കാണുമ്പം എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. ഞാൻ കളി എൻജോയ് ചെയ്യുകയാണ്. കാരണം ഞാൻ ആരെയും വശത്തല്ല, ആരുമായിട്ടും എനിക്കൊരു അറ്റാച്ച്മെന്റും ഇല്ല. ഫ്രാൻസിനോടും ഇല്ല, ഇറ്റലിയോടും ഇല്ല. ഒരു സംഭവം. അപ്പൊ നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് ആങ്സൈറ്റി ഉള്ളത്. തീർച്ചയായിട്ടും. അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യും. നമ്മൾ കളി എൻജോയ് ചെയ്യുന്നത് ഇപ്പൊ മാത്രമാണ്. നമ്മൾ ഏതെങ്കിലും ടീമാണെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യില്ല. നമ്മൾ ആ ടീമിനെ മാത്രമേ നോക്കൂ. അവര് ജയിക്കണം, അങ്ങനെ ഒരു ടെൻഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇരിക്കുമ്പോഴേ നമ്മൾ കളി എൻജോയ് ചെയ്യുന്നുള്ളൂ. അത് കണക്കാണ് ലൈഫും. നമുക്ക് എൻജോയ്മെന്റ് വേണമെങ്കിൽ നമുക്ക് അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കണം. സത്യം. അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ ആങ്സൈറ്റി വരും. ആങ്സൈറ്റി ഉണ്ടെങ്കിൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റൂല. സിമ്പിൾ. സത്യം. ഇത് നമ്മുടെ ഭഗവത്ഗീതയിലെ 8ാമത്തെ അധ്യായം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. രസം എന്ന് പറഞ്ഞു പറയുമ്പം എനിക്ക് അതിനെ അപ്പുറത്ത് അതിനെ കണക്ട് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാന് രാത്രി ഇതെല്ലാം രാമായണവും ഭാഗവതവും ഒക്കെ വായിച്ചു കഴിഞ്ഞിട്ട് മുറിക്കകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഒരാള് ഉറങ്ങാതെ കിടക്കുക. 12:30 1 മണിയായി ഇവിടുത്തെ. വളരെ വിഷമിച്ചിട്ട് ഒരാൾ കിടക്കുന്നു. അപ്പം ചോദിക്കുമ്പോൾ എന്തോ പറയുന്നത്, അമ്മ പറഞ്ഞതാണ്, അവൻ എന്താ റൊണാൾഡോയുടെ ടീമിലുള്ള ഒരാൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്.
ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരാള് ഹോസ്പിറ്റലാണെന്ന് കൊണ്ട് വിഷം ഉറങ്ങാതെ കിടക്കുന്നു. ഇന്നലെ സ്പോർട്സ് കണ്ടുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ജി ഹാ നമ്മൾ ജയിച്ചു. അപ്പം ഇതുപോലെ ഇങ്ങനെ ഭ്രാന്തന്മാരുണ്ടോ? അപ്പം അല്ല, അപ്പൊ എനിക്ക് പ്രഭു, അപ്പൊ എനിക്ക് തോന്നുന്ന ചന്തത്തിന് പേരുണ്ട്, അത് ബോധമില്ലാണ്ടാണെന്ന് അറിയില്ല. ഇത് ഞാൻ എഴുതി കാണിച്ചു കണ്ടു, ഒരാളെ കുഴഞ്ഞു വീണു, എന്തോ വായു കൊള്ളാത്തൊരു പേരാണ്. അപ്പൊ ഞാൻ ചന്തുനോട് എടുത്ത് ചോദിച്ചു, ചന്തു എങ്ങനെ ഉണ്ടായി? അത് ഞാൻ കേട്ടു. അപ്പൊ എന്താ ഇപ്പൊ രക്ഷപ്പെടുന്നു. കേട്ടു, ചന്തു കേട്ടല്ലേ? ചന്തു അറിഞ്ഞു. അല്ല, ആളെ ഒന്നും പറയാൻ പോയില്ല തോന്നുന്നു. അതെ, നമ്മുടെ മനസ്സാണ് നമ്മുടെ ശത്രു. നമ്മുടെ മനസ്സിന് നമ്മുടെ ആങ്ഷൈറ്റിയാണ് ഏറ്റവും വലിയ ശത്രു. ആങ്ഷൈറ്റി, പിന്നെ സിംഹം. അതെ, ആങ്ഷൈറ്റി മനുഷ്യർക്ക് വരുന്നത് അറ്റാച്ച്മെന്റിലൂടെയാണ്. കാട്ടിലെ ഏറ്റവും വലിയ രാജാവാണ് സിംഹം. എല്ലാ മൃഗങ്ങളും ഭയപ്പെടുന്ന സിംഹം. അത് കിടന്നുറങ്ങുമ്പം ഒരു പക്ഷി കളിക്ക് ആ സിംഹത്തിന്റെ മുതുകത്ത് വന്നിരിക്കുമ്പം ചുണ്ടുകൊണ്ട് ഒരയ്ക്കുമ്പം സിംഹത്തിന് ഉറക്കം നഷ്ടപ്പെടും. അപ്പൊ ഈ സിംഹം ഈ പക്ഷിയെ പിടിക്കാൻ, കടിച്ചു കീറാനായിട്ട് ഇങ്ങോട്ട് എഴുന്നേക്കും. പക്ഷി പറന്നങ്ങ് പോകും. പക്ഷിക്ക് യാതൊരു ടെൻഷനും ഇല്ല. സിംഹം വീണ്ടും കടന്നിട്ട് ഞാൻ തല ചായ്ക്കുമ്പോൾ ഈ പക്ഷി വീണ്ടും തമാശയാവുന്ന പക്ഷിക്ക് വീണ്ടും മുതുകത്ത് വന്നിരിക്കും. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആവർത്തിക്കുമ്പോൾ സിംഹത്തിന് ഉറക്കം നഷ്ടപ്പെടും. എല്ലാവരും ഭയപ്പെടുന്ന മൃഗം, കാട്ടിലെ രാജാവ്, പക്ഷേ ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല ഈ പക്ഷിയെ കൊണ്ട്. ജീവിതത്തിൽ മനുഷ്യനും അതേ സ്ഥിതിയാണ്. സിംഹത്തിന് പക്ഷിയാണ് ശത്രുവെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സാണ് ശത്രു. ഉത്കണ്ഠ, ഈ ഉത്കണ്ഠ വരുന്നത് അറ്റാച്ച്മെന്റ് ഉണ്ടായത് കൊണ്ടാണ്. സുന്ദരകാന്ഡം വായിച്ചു തീരുമ്പോഴത്തേന് ഈ അറ്റാച്ച്മെന്റ് ഉണ്ടാവരുത്. കാര്യം ഒരറ്റാച്ച്മെന്റും ഇല്ലാതാണ് ശ്രീലങ്ക മുഴുവൻ, അതായത് സമുദ്രം മുഴുവൻ പറന്ന് ഹനുമാൻജി പോയത്. ഇടയ്ക്ക് എത്ര പേര് വിശ്രമിക്കാൻ വിളിച്ചു? കേട്ടില്ല. ഇതൊന്നും ഇപ്പൊ എനിക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഒരറ്റാച്ച്മെന്റും ആരോടും ഉണ്ടായില്ല. വിഭവസമൃദ്ധമായ ആഹാരം കൊടുക്കാൻ ശ്രമിച്ചു, ഞാൻ ആഹാരമേ കഴിക്കത്തിരുന്നു. ശപ്രപഞ്ചം കൊടുത്തു കിടന്നുറങ്ങാൻ, ഇല്ല അതും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ സീതാദേവിയെ കണ്ട് ഈ സന്ദേശം കൊടുത്ത് അവിടുന്ന് മെസ്സേജ് തിരിച്ച് ശ്രീരാമചന്ദ്രന് കൊടുക്കുന്നത് വരെ എനിക്ക് വിശ്രമമില്ല. എനിക്ക് ആരോടും അറ്റാച്ച്മെന്റ് ഇല്ല. ഹരേ കൃഷ്ണ. ഒരു സിംപ്രൂ സന്തോഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്മിത മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഞാനിപ്പോ സുഷിൻ പ്രഭുവും പറഞ്ഞതിന്റെ ആ ശ്ലോകം ഞാൻ നോക്കിയിരുന്നു. രായതോ വിഷയാൻ പുംസ സംഘസ്തേഷോപജായതേ സംഘാത് സഞ്ജായതേ കാമാത് ക്രോധോഭിജായതേ. ഭഗവത്ഗീത 2:62-63. ക്രോധാത് ഭവതി സമ്മോഹ സ്മൃതി വിഭ്രമഃ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാ പ്രണശ്യതി. അപ്പൊ ഇപ്പൊ രണ്ടുപേരും പറഞ്ഞത് നമ്മളുടെ അറ്റാച്ച്മെന്റ് എന്നാണ് എല്ലാ കാര്യത്തിന്റെയും തുടക്കം. അപ്പൊ ഭഗവത്ഗീതയിലെ ശ്ലോകം ഞാൻ അതിൽ റെഫർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ട്രാൻസ്ലേഷൻ പറയുന്നത്, while contemplating the objects of the senses, a person develops attachment for them, and from such attachment lust develops, and from lust anger arises. From anger complete delusion arises, and from delusion bewilderment of memory. When memory is bewildered, intelligence is lost, and when intelligence is lost, one falls down into the material. അപ്പൊ പ്രഭുക്കന്മാര് രണ്ടുപേരും പറഞ്ഞത് അറ്റാച്ച്മെന്റിനെ കുറിച്ചാണ്. അപ്പൊ ആ ശ്ലോകം കറക്റ്റ് ആയിട്ട് കണക്ട് ആവുന്നു വിചാരിച്ചു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇതിനകത്ത് വീണ്ടും ഓർമ്മ വരുന്നു കഴിഞ്ഞാല് രാവണന് അനാവശ്യമായ അറ്റാച്ച്മെന്റ് ഉണ്ടായി. ധ്യായതേ വിഷയാൻ പുംസാം, വിഷയത്തിൽ വൈഷയികമായ ഒരു അറ്റാച്ച്മെന്റ് രാവണൻ ഉണ്ടായപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഹനുമാൻജിക്ക് ഒരു അറ്റാച്ച്മെന്റും ഇല്ലായിരുന്നു. ഭഗവാനോട് മാത്രമേ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് രണ്ട് ഓപ്പോസിറ്റ് ധ്രുവങ്ങൾ നിൽക്കുക, ഒരു നരനും ഒരു ബാനരനും. എന്താ വളരെ മനോഹരമായ ഉദാഹരണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ജീവിതത്തിൽ. ഇതങ്ങോട്ട് ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പരിപൂർണമായിട്ട്, ഞാൻ ഒരിക്കലും പറയത്തില്ല പരിപൂർണമായിട്ട് നമുക്ക് എല്ലാം ഒരു നൂലിൽ കിട്ടുന്ന പോലെ കൊണ്ടു നടക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിലും
ഭഗവാനോടൊരു മമതാബന്ധം നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്കണ്ഠകൾ ഒരു ഏറെ ഭാഗം, അതായത് നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ലെവൽ കുറയ്ക്കാൻ പറ്റും. അത് അതുപോലെ തന്നെ ഭഗവാൻ ക്ഷത്രിയൻ എന്നുള്ള നിലയ്ക്ക് പിന്നെ രാവണന്റെ വീട് കയറി അടിക്കുകയാണ് ചെയ്തത്. വീട് കയറി അടിച്ച് വീട് നശിപ്പിച്ച് ഭാര്യയെ തിരിച്ചിട്ട്, അല്ല ഭാര്യ അയാൾ കൊണ്ടുപോയി അയാൾ പോട്ടെ, അയാളുടെ വഴക്കിനൊന്നും പോട്ടെ, അയാളൊരു വഴക്കാളിയാണെന്ന് പറഞ്ഞ് വിട്ടില്ല. ഭഗവാൻ പോയി അയാളെ വീടും കത്തിച്ച് പിന്നെ അവിടെ ഭഗവാൻ ഇഷ്ടമുള്ള ഒരാളിനെ അധികാരത്തിലും കൊണ്ടുവന്ന് എന്നിട്ടാണ് തിരിച്ചു വന്നത്. ഞാൻ വായിച്ചു കണ്ടപ്പം ഞാൻ അതും കൂടെ ഞാൻ അത് പറഞ്ഞത് ഒന്ന് ഓർമ്മിപ്പിക്കുക ചെയ്തത്. ശ്രീരാമചന്ദ്രൻ വളരെ ദേഷ്യക്കാരനാണ്, കർക്കശക്കാരനാണ്, ദേഷ്യക്കാരനാണ്. ദേഷ്യം വരും. ഒന്ന് രണ്ടിടത്ത് ശ്രീരാമചന്ദ്രൻ ഭയങ്കര ദേഷ്യത്തോടാണ് പെരുമാറിയത്, വളരെ ഭയങ്കര ദേഷ്യമായിരുന്നു. ഒന്ന് നമ്മൾ വായിച്ചത് കേട്ടു, ജയന്തൻ ഇന്ദ്രന്റെ മകനെ യാതൊരു കാരണവശാലും മാപ്പ് കൊടുത്തില്ല, ശിക്ഷ കൊടുത്തു. ആ കാക്കയുടെ കൊലം മൊത്തം ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ വരുണൻ, അതായത് സമുദ്രം കെട്ടാൻ വേണ്ടി ചെന്നപ്പോൾ വരുണൻ മാറാവന്നപ്പോ ഉണ്ടല്ലോ, ശ്രീരാമചന്ദ്രൻ വളരെ ദേഷ്യമായി. തീ പാറുകയാണ് ശ്രീരാമചന്ദ്രന്റെ കണ്ണിൽ നിന്ന്. അങ്ങനെ വരുണൻ പിന്നെ സമുദ്രത്തിന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ മാപ്പി ചോദിച്ചു ഹനുമാൻ ശ്രീരാമചന്ദ്രനോട്, ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അതുവരെ വരുണൻ വലിയ ശക്തിമാനായിട്ട്, ശ്രീരാമചന്ദ്രൻ ആര്, ഞാൻ വിചാരിക്കും സമുദ്രം പോണോ വേണ്ടേ എന്നുള്ള രീതിയിൽ. അപ്പം അതുകൊണ്ട് ഈ ശ്രീരാമചന്ദ്രനെ ഭജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമായണം അത്ര ഈസി ആയിട്ട് വായിച്ചു പോകാനൊന്നല്ല കേട്ടോ, സത്യം പറയുകയാണ്. കർക്കശക്കാരൻ ശ്രീരാമചന്ദ്രനെ ഭക്തനാവാം. ശ്രീരാമചന്ദ്രൻ എങ്ങനെ കർക്കശമായോ അതുപോലെ വളരെ കർക്കശമായിട്ട് നമ്മുടെ ജീവിതവും കൊണ്ടുപോകാം. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. സുധീർ പ്രഭു, ഹരേ കൃഷ്ണ. സമയമുണ്ട് നമുക്ക്. സ്നിഗ്ധ, ഹരേ കൃഷ്ണ. ഇതിനിടയ്ക്ക് വേദ വന്നിട്ട് പോയി. ഹരേ കൃഷ്ണ. ഡോക്ടർ ജി, ഹരേ കൃഷ്ണ. ഡോക്ടർ ജി, ഹരേ കൃഷ്ണ. വരൂ. വേദയ്ക്ക് നല്ല സുഖമില്ല, അതാണ്. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലോസ് ചെയ്യുന്നു, പാസ് ചെയ്യുന്നതാണ്. ഹരേ കൃഷ്ണ. എന്താ പറയുന്നത്, സിനിമ എന്ത് പറയല്ലോ, സെൻസറിങ് ഉണ്ട് ബ്രോ. ഇങ്ങനെ അത് ഇടയ്ക്ക് ഇവിടെ മെസ്സേജ് വരുന്നുണ്ട്. അതിപ്പം പുതിയ അവരുടെ സൂമിന്റെ പുതിയ സെറ്റപ്പാണ്. നേരത്തെ അത് പറയത്തില്ല, എല്ലാരും അറിയണം എന്നുള്ളത്. നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്, അതെ അതെ, മൊബൈൽ റെക്കോർഡ് ചെയ്യുന്ന നമുക്ക് അവരറിയാതെ റെക്കോർഡ് ചെയ്യാൻ പറ്റൂല. അതെ അതെ. ഇപ്പം പുതിയൊരു സെറ്റപ്പാണത്. പ്രഭു, ഇത് GDPRയുടെ ഭാഗമായിട്ടാണ്. ഡാറ്റ പ്രൊട്ടക്ഷൻ. നമ്മൾ അറിയാതെ നമ്മളുടെ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ഇപ്പോഴത്തെ പുതിയ നിയമം സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയല്ല. യൂറോപ്പിലൊക്കെ അത് വളരെ മുന്നേ ഉണ്ട്. ഇപ്പൊ അതുപോലെ നമ്മുടെ ഇതിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് സെന്റർ എവിടെയാണെന്നും കാണിക്കും. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചൈനയല്ല. ഇതിന്റെ നെറ്റ് എന്താ പറയുന്നത്, ശാസ്ത്രം ദേവകി പുത്രഗീതം ഏകോ ദേവോ ദേവകി പുത്രേവ ഏകോ മത്രതസ്യ നാമാനിയാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വീണ്ടും സന്ധിപ്പിൻ വരെ വണക്കം. ഹരേ കൃഷ്ണ. വെള്ളിയാഴ്ച നമുക്ക് കാണാം തീർച്ചയായിട്ടും. as usual. ഹരേ കൃഷ്ണ. സുമാജി ഹരേ കൃഷ്ണ. സുമാജി വരാൻ വേണ്ടിയിട്ട് ഞാൻ കൗണ്ട് ഡൗൺ ചെയ്യാതിരുന്നത്. ഹരേ കൃഷ്ണ.